ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ NIDയുടെ UG PG അഡ്മിഷൻസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. പല കുട്ടികളും അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് തന്നെ വിളിക്കേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആ ഒരു ലിങ്ക് കിട്ടും, admissions.nid.edu എന്നുള്ളത്. ആ ലിങ്ക് എടുത്ത് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പേജിൽ ഈ പറയുന്ന നമ്മുടെ കാറ്റഗറി മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഏതൊക്കെ ഫോർമാറ്റിലാണ് OBC നോൺ ക്രീമിലെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ടിക്കറ്റ് കൊടുക്കണം. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ഫോർ അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സിഗ്നേച്ചർ, ഫോട്ടോ, OBC ആണെങ്കിൽ OBC, SC ST ആണെങ്കിൽ SC ST ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമുക്ക് ഇനി PWD കാറ്റഗറി, EWS കാറ്റഗറിക്ക് ആണെങ്കിൽ അത്തരം കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റ് കാര്യങ്ങൾ ഒക്കെ നമ്മളിൽ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് തെറ്റാതെ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത്തരം പ്രൈമറി ഇൻഫോർമേഷൻസ് എന്ന് പറയും, നമ്മുടെ മെയിൽ ID, ഫോൺ നമ്പർ, അതൊക്കെ വൺസ് ഒരു മിസ്റ്റേക്ക് പറ്റി തെറ്റി കഴിഞ്ഞാൽ പിന്നീട് അത് കറക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ വൺസ് ഇത് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെക്കൻഡ് ലെവലിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നെയിം ഫില്ല് ചെയ്യുക. ഫുൾ നെയിം, മിഡിൽ നെയിം ഉള്ളവർക്ക് മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഉള്ളവർക്ക് ലാസ്റ്റ് നെയിം, ജെൻഡർ, അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ്, പാരൻറ്റിൻ്റെ മെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, പാരൻറ്റ്സ് മൊബൈൽ നമ്പർ, പിന്നെ റിലേറ്റീവ്സ് വർക്കിംഗ് ഇൻ NIDയിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ പറ്റി എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ പേജിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്. അപ്പോൾ അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ മിസ്റ്റേക്ക് വരുത്തരുത്. വൺസ് മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി ഫീസൊക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഇത് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വരും. നിങ്ങൾ OTP കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് സ്റ്റേജ് 1 ആയിട്ട് വരുന്നത്. ഈ സ്റ്റേജ് 1 കഴിയുമ്പോൾ നമുക്ക് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസുകളെല്ലാം തന്നെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്കൊന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഐ കൺഫേം ദ അബവ് ഫിൽഡ് ഡീറ്റെയിൽസ് കറക്റ്റ് എന്ന് കൊടുക്കുന്നതോടുകൂടി നമുക്ക് സ്റ്റേജ് 1 കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊന്നും കൂടി നമ്മുടെ മെയിൽ ID ഇത് വെച്ചിട്ട് നമുക്ക് പാസ്വേഡും വെച്ചിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ഇതിനുള്ളിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ സൈനപ്പ് പ്രൊസീജിയേഴ്സിൽ ഇതെല്ലാം തന്നെ കാണിക്കുന്നതായിരിക്കും. അത് നമുക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലിൽ നമ്മൾ നമ്മുടെ എക്സാംസ് എഴുതാൻ ഉദ്ദേശിക്കുന്ന സെൻറ്റർ, അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ആനുവൽ ഇൻകം, ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദ അപ്ലിക്കൻസ്, അത്തരം ഡീറ്റെയിൽസുകളും മറ്റും എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കത് വളരെ ക്ലിയർ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അതുപോലെ ഇൻകം, ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദ അപ്ലിക്കൻസ്, അഡ്രസ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, +1 +2, മൈ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് അടുത്തത് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാവുന്ന മറ്റു കാര്യങ്ങൾ ലൈക്ക് നമ്മുടെ +1 +2 ക്വാളിഫിക്കേഷൻസ് ഇപ്പോൾ കറൻ്റ് എഴുതുന്ന കുട്ടികളാണോ അതോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ 500-900 ക്യാരക്ടേഴ്സിൽ വൈ ഹാവ് ടു ചൂസ് NID അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം സെക്കൻഡ് റൗണ്ടിൽ ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങളെ ഈ ഇതിൽ എൻ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വെയിറ്റേജ് ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അത് ആ സമയത്ത് ചോദിക്കും. അപ്പോൾ നമ്മൾ ക്വാളിഫൈ ആയിട്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇത് വരിക. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ അപ്ലോഡിങ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളൊരു ഭാഗത്തേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കത് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സൈസ് ഉണ്ട്. അപ്പോൾ സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫ്, പിന്നെ എന്തെങ്കിലും റിസർവേഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ റിസർവേഷൻ കിട്ടാനായിട്ടുള്ള എൻ്റെ ഡോക്യുമെൻ്റ് PDF ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലെ കണ്ടീഷൻസ്, ഫോട്ടോഗ്രാഫ് മസ്റ്റ് ബി ഇൻ കളർ ആൻഡ് മസ്റ്റ് ബി ടേക്കൺ ഇൻ എ പ്രൊഫഷണൽ സ്റ്റുഡിയോ. ഫോട്ടോഗ്രാഫ്സ് വിത്ത് സെൽഫ് കമ്പോസ്ഡ് പോർട്രേറ്റ്സ് വിൽ നോട്ട് ബി ആക്സെപ്റ്റഡ്. ഫോട്ടോഗ്രാഫ് മസ്റ്റ് ബി ടേക്കൺ അഗെയിൻസ്റ്റ് എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളത് വളരെ ക്ലിയറായി വായിച്ച് അത്തരത്തിലുള്ളത് തന്നെയാണ്. പിന്നെ സിഗ്നേച്ചർ മസ്റ്റ് ബി ഇൻ ബ്ലാക്ക് കളർ ആൻഡ് മസ്റ്റ് ബി റിട്ടൺ അഗെയിൻസ്റ്റ് എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. സിഗ്നേച്ചർ മസ്റ്റ് ബി സ്കാൻഡ്
mobile photographs of signature are not acceptable. The signature is to be uploaded in JPG format with a minimum size of 50 KB ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് നേരെ ഫീ പേയ്മെൻറ്റിൻ്റെ പോർട്ടലിലേക്ക് പോകും. അപ്പോൾ മേക്ക് പേയ്മെൻറ്റ് നമുക്ക് കാർഡ്സ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാം, നെറ്റ് ബാങ്കിങ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. UPI എന്നുള്ളൊരു ഓപ്ഷൻ കറൻ്റ്ലി അവൈലബിൾ അല്ല ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ നമുക്ക് ആ പേയ്മെൻറ്റ് നമ്മൾ പറയുന്ന ഫീസ് നമ്മൾ ഏത് കാറ്റഗറിയാണ് അതനുസരിച്ചിട്ട് പറയുന്ന ഫീസ് കറക്റ്റായിട്ട് അടയ്ക്കുക. ഓക്കെ, അത് വൺസ് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മൾ ഇത്ര ഫില്ല് ചെയ്തതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് കിട്ടും. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.